ഹലോ ഗായ്സ്, ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഡെയിലി എനിക്ക് വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസസ് ചെയ്യണമെന്നുള്ളത്. ഇതിപ്പോൾ 2 ദിവസമായെന്ന് തോന്നുന്നു ഞാൻ ഗ്യാപ്പ് എടുത്തിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് വയറ് കുറയ്ക്കുന്ന ഒരു 7 മിനിറ്റ്സ് വീഡിയോ ചലഞ്ച് ചെയ്യണമെന്നായിരുന്നു. ഇപ്പം മൈൻഡ്ഫുൾനെസ്സിൻ്റെ മെഡിറ്റേഷനിലൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി ഞാൻ മൈൻഡ്ഫുൾനെസ്സിൻ്റെ വീഡിയോ സെർച്ച് ചെയ്യുകയാണ് ഗായ്സ്. അവസാനം ഒരു വീഡിയോ കണ്ടുപിടിച്ചു. അപ്പം അത് നോക്കി ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഒരു 10 മിനിറ്റാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. ഇത് ചെയ്യുന്നതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് മനസ്സ് ശാന്തമാക്കിയിട്ട് എക്സസൈസിലേക്ക് നീങ്ങാനേക്കും സാധിക്കും. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഈ മെഡിറ്റേഷൻ സെഷനിലൂടെ നിങ്ങളെ കൂടുതൽ മൈൻഡ്ഫുൾ ആകാൻ, ഈ പ്രസന്റ് മൊമെന്റിലോട്ട് നിങ്ങളുടെ അവയർനെസ്സിനെ കൊണ്ടുവരാൻ ഗൈഡ് ചെയ്യാൻ പോവുകയാണ്. ഡീപ് ബ്രീതിങ് എക്സസൈസാണ് മെയിനായിട്ടുള്ളത്. നമ്മുടെ അവയർനെസ്സിനെ ബ്രെത്തിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ലീവ് ചെയ്യുക എന്നുള്ള അവയർനെസ് തരുന്ന ഒരു 10 മിനിറ്റ്സ് ആയിരുന്നു അത്. അത് കഴിഞ്ഞ് നമുക്ക് വാമപ്പ് സെഷനിലേക്ക് പോകാം. വാമപ്പിനായിട്ട് ഞാനൊരു 6 മിനിറ്റ്സ് എക്സസൈസ് നോക്കിയിട്ട് അത് ചെയ്യുമായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞതും എൻ്റെ എനർജി പോയി ഗൈസ്. അതുകൊണ്ട് എനിക്ക് സമയപരിധി മൂലവും പിന്നെ എനർജി പോയതുകൊണ്ടും എനിക്ക് എൻ്റെ 7 മിനിറ്റ്സ് ചലഞ്ച് ഇന്നും ചെയ്യാൻ സാധിച്ചില്ല. ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പ് ബൈ ആണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഒത്തിരി അങ്ങ് സ്ട്രെസ്ഡ് ഔട്ട് ആവാനും പാടില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് വാമപ്പ് മാത്രം ചെയ്തിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇത് ഞാൻ സ്പീഡിലിട്ടേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നും എൻ്റെ വാമപ്പ്. കാരണം ഒത്തിരി ദീർഘിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നത്. വാമപ്പ് ചെയ്തതേ ഞാൻ ആകെ ടയേർഡായിരുന്നു. എൻ്റെ ബോഡി പെട്ടെന്ന് ടയേർഡാവുന്ന ടൈപ്പാണ്. ഇത് ഞാൻ കുറച്ച് സർക്കിൾസ് വരുത്തുന്നതാണ് കേട്ടോ. റാൻഡമായിട്ട് എന്തെങ്കിലും ഒരു സർക്കിൾ വരുത്താനായിട്ട് അവർ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അവസാനത്തേത് കുറച്ച് ജോഗിങ് പോലെ ഒരു എക്സസൈസ് ആയിരുന്നു. പിന്നെ ജമ്പിങ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.